നരേന്ദ്രമോദിയുടെയും ഉറ്റകൂട്ടുകാരൻ അമിത്ഷായുടെയും ജന്മങ്ങൾ പോലെ ഭാഗ്യം ചെയ്ത ജന്മങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ? കാണാൻ വഴിയില്ലെന്നായിരുന്നു എനിക്ക് ഇത്രയും കാലം തോന്നിയിരുന്നത്. ഈ കോടാനുകോടി ജനങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് നിന്നും ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേർ പിൽക്കാലത്ത് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും മാറിയിരിക്കുന്നു. മാത്രമല്ല, ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഈ പറയുന്ന രണ്ടുപേരുടെ കൈകൾക്കുള്ളിലാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇവർ രണ്ടുപേരും മാതൃകാ പുരുഷന്മാരാണ്. തന്ത്രങ്ങളിലൂടെ ആയാലും എന്തുതന്നെ ആയാലും വളർന്ന് രാജ്യത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഇവരെപ്പോലെ ഭാഗ്യം ചെയ്ത ജന്മങ്ങൾ മറ്റാരുമില്ല എന്ന് ചിലരെങ്കിലും വിചാരിക്കും. ഞാനും വിചാരിച്ചിരുന്നു എന്ന് കൂട്ടിക്കോ. എന്നാൽ ഇപ്പോൾ ആ വിചാരമങ്ങ് മാറ്റി. ഭാഗ്യം ചെയ്ത ജന്മം എന്ന ബഹുമതി ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തു. അത് മറ്റാരുമല്ല, ഈ പറഞ്ഞ രണ്ടുപേരിൽ ഒരാളുടെ പുത്രൻ അമിത്ഷായുടെ മകൻ ജയ്ഷായ്ക്ക്. ഇന്ത്യൻ ക്രിക്കറ്റിനെ ഭരിച്ചുകൊണ്ടിരുന്ന ജയ്ഷാ ഇപ്പോഴിതാ ലോക ക്രിക്കറ്റിനെ ഭരിക്കാൻ പോകുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയായിരുന്നു ജയ്ഷാ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിന് ജയ്ഷായ്ക്ക് എന്താ ക്രിക്കറ്റുമായുള്ള ബന്ധമെന്നൊന്നും ചോദിക്കരുത്. നമുക്കെന്താ ക്രിക്കറ്റുമായുള്ള ബന്ധം? കളി അറിയാം, പിന്നെ കളി കാണും, അതുതന്നെ ബന്ധം. എന്നിട്ട് നമ്മൾ ക്രിക്കറ്റിനെക്കുറിച്ച് സംസാരിക്കാറില്ലേ? ക്രിക്കറ്റ് കളിക്കാരുടെ പ്രകടനങ്ങളെ വിലയിരുത്താറില്ലേ? നടക്കാൻ പോകുന്ന കളിയിൽ ആര് ജയിക്കും എന്ന് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചിക്കാറില്ലേ? നിങ്ങൾ നല്ല കളിക്കാരനായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ജയ്ഷായ്ക്ക് എന്താ ക്രിക്കറ്റുമായുള്ള ബന്ധം എന്നൊന്നും ചോദിക്കരുത് എന്ന് തന്നെ. ഇപ്പോഴിത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ എന്ന ICCയുടെ ഏറ്റവും വലിയ പദവി കൂടി ജയ്ഷായ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വരുന്ന ഡിസംബറിൽ അടുത്ത ചെയർമാനായി അദ്ദേഹം ചുമതലയേൽക്കും. ക്രിക്കറ്റിൻ്റെ ഗ്ലോബൽ ഗവേണിംഗ് ബോഡി ICC ചൊവ്വാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. ഈ ഉന്നത സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരേയൊരു വ്യക്തി അദ്ദേഹം മാത്രമാണ്. അതായത് ജയ്ഷായ്ക്കെതിരെ മത്സരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്ന്. തുടർച്ചയായി 3-ാം തവണയും മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ച നിലവിലെ ചെയർമാൻ ഗ്രെഗ് ബാർക്ലേയ്ക്ക് പകരക്കാരനായാണ് 35-കാരനായ ജയ്ഷാ എത്തുന്നത്. ഇത്തവണ ICCയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക വ്യക്തി ജയ്ഷായായിരുന്നു. ICCയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന 5-ാമത്തെ ഇന്ത്യക്കാരനാണ് BCCI സെക്രട്ടറി ജയ്ഷാ. നേരത്തെ ജഗ്മോഹൻ ഡാൽമിയ, ശരത് പവാർ, N. ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ എന്നിവരാണ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജഗ്മോഹൻ ഡാൽമിയയും ശരത് പവാറും ICCയുടെ പ്രസിഡന്റുമാരായിരുന്നു. N. ശ്രീനിവാസനും ശശാങ്ക് മനോഹറും ICC ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്നു. 2016-ൽ ICC പ്രസിഡന്റ് സ്ഥാനം നിർത്തലാക്കപ്പെട്ടു. സഹീർ അബ്ബാസ് ആയിരുന്നു അവസാനത്തെ ICC പ്രസിഡന്റ്. 2014-ലാണ് N. ശ്രീനിവാസൻ ICCയുടെ ആദ്യ ചെയർമാനാകുന്നത്. അന്ന് ICC ചെയർമാൻ സ്ഥാനവും ICC പ്രസിഡന്റ് പദവിയും 2 വർഷത്തോളം ഒരുമിച്ചായിരുന്നു കൊണ്ടുപോയത്. നിലവിലെ ICC ചെയർമാൻ ന്യൂസിലാൻഡിൻ്റെ ഗ്രെഗ് ബാർക്ലേയുടെ കാലാവധി നവംബർ 30-ന് അവസാനിക്കും. 2014 ഡിസംബർ 1 മുതൽ ജയ്ഷാ ICC ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കും. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യമുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് സംഘടനയുടെ ഉന്നത സ്ഥാനത്തെത്തുന്ന ജയ്ഷായ്ക്ക് എത്ര രൂപ ശമ്പളം ലഭിക്കും? 10 പൈസ കിട്ടില്ല. അന്തമിടേണ്ട, സത്യമാണ്. BCCയിലായിരുന്നപ്പോഴും ജയ്ഷാ ശമ്പളമൊന്നും വാങ്ങിയിരുന്നില്ല. അതായത് ICC ചെയർപേഴ്സൺ, ICC വൈസ് ചെയർപേഴ്സൺ, ഡയറക്ടർമാർ എന്നിവർക്ക് ശമ്പളമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇനിയാണ് രസം. ശമ്പളമേ ഇല്ലാതെയുള്ളൂ, അലവൻസ് ഉണ്ട്. അലവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള അലവൻസ്. അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ കീഴിൽ ധാരാളം ക്രിക്കറ്റ് മാച്ചുകൾ നടക്കുന്നുണ്ട്. ഈ മാച്ചുകൾക്കായി കൂടിയാലോചനകളും ആവശ്യമാണ്. ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിലോ ടൂറുകളിലോ പങ്കെടുക്കുമ്പോൾ ICC ചെയർമാൻ എന്ന നിലയിൽ ജയ്ഷായ്ക്ക് അലവൻസ് ലഭിക്കും. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ കീഴിൽ നടക്കുന്ന മീറ്റിങ്ങുകളിലോ ടൂറുകളിലോ പങ്കെടുക്കുമ്പോൾ പ്രതിദിനം ഏകദേശം 84,000 രൂപയാണ് ICC ചെയർമാന് അലവൻസായി ലഭിക്കുന്നത്. അതായത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ടൂറാണെങ്കിൽ 5 × 84,000 = 4,20,000 രൂപ. അതുപോലെ ഇന്ത്യക്കുള്ളിലെ മീറ്റിങ്ങുകൾക്കായി അദ്ദേഹത്തിന് ഒരു ദിവസം 40,000 രൂപ ലഭിക്കും. അന്താരാഷ്ട്ര മീറ്റിങ്ങുകളില്ലാത്ത സമയം മിക്കവാറും ഉള്ള ദിവസങ്ങളിലെല്ലാം രാജ്യത്തിനകത്ത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ കാണും. ലോകത്തെ ഏറ്റവും ശക്തമായ ക്രിക്കറ്റ് രാജ്യം ഇന്ത്യ കൂടിയാണ്. ഈ മീറ്റിങ്ങുകൾക്കായി ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിലാണ് ICC ചെയർമാൻ്റെ യാത്രയും. ഇനി മീറ്റിങ്ങുകളുമായി ബന്ധമില്ലാത്ത ഇന്ത്യക്കുള്ളിലെ ജോലി സംബന്ധമായ യാത്രകൾക്കായി ജയ്ഷായ്ക്ക് പ്രതിദിനം 30,000 രൂപ അലവൻസ് ലഭിക്കും. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര അന്തർദേശീയ താമസങ്ങളൊക്കെ ICCയുടെ ചെലവിലാണ് വരുന്നത്. ഈ താമസങ്ങളൊക്കെ ആഡംബര ഹോട്ടൽ സ്യൂട്ടുകളിലായിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. അതായത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ശമ്പളമില്ല എന്ന് പറയുന്നെങ്കിലും ജയ്ഷായുടെ വരവ് പ്രതിമാസം എത്രയായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ICC ചെയർമാന് ചില അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ക്രിക്കറ്റ് ലോകത്ത് ഇൻ്റർനാഷണൽ
ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളുടെ ചുമതല ICC ചെയർമാനായിരിക്കും. ക്രിക്കറ്റ് നയങ്ങൾ നടപ്പാക്കുന്നതിന് പുറമെ ICC അംഗരാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ചട്ടങ്ങളും നയരൂപീകരണവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന വിവിധ ബോർഡ് യോഗങ്ങളിൽ ചെയർമാനായിരിക്കും അധ്യക്ഷനാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ICC ചെയർമാൻ്റെ സ്വാധീനം വളരെ വലുതാണ്. ക്രിക്കറ്റ് ലോകത്തെമ്പാടും ആ സ്വാധീനം അനുഭവപ്പെടുകയും ചെയ്യും. ICC ചെയർമാൻ വിവിധ തർക്കങ്ങളിലും വിവാദ തീരുമാനങ്ങളിലും മധ്യസ്ഥത വഹിക്കുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ നീതിയും സുതാര്യതയും നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ICC ചെയർമാൻ പ്രവർത്തിക്കേണ്ടത് എന്നുണ്ട്. ക്രിക്കറ്റിലെ അഴിമതി, ഒത്തുകളി, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള ICC സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ICC ചെയർമാൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു മത്സരവേദി മാറ്റാനുള്ള തീരുമാനം സാധാരണയായി ലോക്കൽ ബോർഡിൻ്റേതാണെങ്കിലും ICC ചെയർമാൻ്റെ ഉപദേശവും അംഗീകാരവും പ്രധാനമാണ്. സുരക്ഷാ കാരണങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം തുടങ്ങിയ അസാധാരണ സാഹചര്യങ്ങൾ കാരണം ICC പ്രസിഡന്റിന് മത്സരവേദി മാറ്റാൻ തീരുമാനമെടുക്കാം. സാമ്പത്തിക സഹായം, പരിശീലനം, ICC ഇവൻറ്റുകളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ എന്നിവ ഉൾപ്പെടെ ക്രിക്കറ്റ് കളിക്കുന്ന അംഗരാജ്യങ്ങൾക്കുള്ള മതിയായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ചെയർമാൻ ഉറപ്പാക്കണം. സമഗ്രതയുടെയും ധാർമ്മികതയുടെയും നിലവാരം ഉയർത്തിപ്പിടിച്ച് ക്രിക്കറ്റ് സമൂഹത്തിന് മാതൃകയാകുന്ന വ്യക്തിയായിരിക്കണം ICC ചെയർമാൻ എന്നാണ് പറയുന്നത്. മാത്രമല്ല, ICCയിലെ വിവിധ അംഗങ്ങൾക്കിടയിൽ സമവായമുണ്ടാക്കാനും ചെയർമാൻ മുൻകൈയെടുക്കണം. ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ടെങ്കിൽ ആ തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിലും സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിലും ICC ചെയർമാൻ്റെ പങ്ക് വളരെ വലുതാണ്.